ഹലോ ഗൈസ്, ഇന്ന് ENTൻ്റെ ക്ലിനിക്സിന് പോവാണ്. അപ്പം ആപ്രോണിൻ്റെ ബട്ടൺ അപ്പ് ചെയ്തു. അതേപോലെ മാസ്ക് വേണം, മാസ്ക് നിർബന്ധമാണ്. അതേപോലെ സ്പെഷ്യലായിട്ട് വേറൊരു സാധനം വേണം. ഞങ്ങൾക്ക് ഒരു ക്യാപ്പുണ്ട്. ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷെഫിൻ്റെ ലുക്കൊക്കെ വരും. പക്ഷേ സ്വാഭാവികം, പുറത്തെല്ലായിടത്തും ഈ ഒരു ക്യാപ്പ് മസ്റ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര വിഷയമൊക്കെ വരും. അങ്ങനെ ക്യാപ്പൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി. പിന്നെ സ്പെക്സ് വെക്കുമ്പോഴത്തേക്ക് ആ ഫോഗ് കയറും. പക്ഷെ എന്നാലും സ്പെക്സ് മസ്റ്റാണ്, ബിക്കോസ് കാണുന്നില്ല. ഇതാണ് ഞങ്ങളുടെ പ്രൊസീജിയർ റൂം ENTൻ്റെത്. ഫസ്റ്റ് ഒരു പേഷ്യൻറ്റ് വന്ന്, പേഷ്യൻറ്റിന് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ് ചെയ്തു കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് മാമിനൊരു പേഷ്യൻറ്റ് വന്നു. മാമിൻ്റെ പേഷ്യൻറ്റ് വന്നപ്പോൾ ആ ആൾക്ക് പിന്നെ സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാം. റീനോസ്കോപ്പ് വെച്ച് നോക്കിയത്. അതിൽ സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ട്. അതേപോലെ അട്രോഫിക് റീനൈറ്റിസും പേഷ്യൻറ്റിനുണ്ട്. അങ്ങനെ അതിന് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അത് ഒന്നും കൂടെ ചെക്ക് ചെയ്ത്, റീനോസ്കോപ്പ് വെച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് മൂപ്പരാൾക്ക് മനസ്സിലാക്കി കൊടുത്ത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പെയിനും അതേപോലെ ബ്രീത്ത് ചെയ്യാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പേഷ്യൻറ്റിന്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറിഗേഷനാണ്. നെയ്സിൽ ഇറിഗേഷൻ ചെയ്യും. ബിക്കോസ് എന്താ പറയുക, നോസിൻ്റെ ഉൾഭാഗം മൊത്തം ഡ്രൈ ആയിരിക്കും. അപ്പം ഒരു ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണിത്. അപ്പോൾ ക്രസ്റ്റൊക്കെ ഉള്ളിൽ എന്തെങ്കിലും ക്രസ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് മാം എന്തോ പറഞ്ഞത് മനസ്സിലാവായിട്ട് ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് നെയ്സിൽ ഇറിഗേഷൻ കഴിഞ്ഞിട്ട് മാം വീണ്ടും പേഷ്യൻറ്റിന് കാണിച്ചു കൊടുത്തു. ഉള്ളിൽ വന്ന ചേഞ്ചസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ബ്രീത്തിങ് കുറച്ചുകൂടെ ഒന്ന് നോർമലായിട്ട് വരും. സലൈൻ സ്പ്രേയും നെയ്സൽ ഓയിൻമെൻറ്റ്സും പ്രിസ്ക്രൈബ് ചെയ്തു. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും സെപ്റ്റോപ്ലാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ.